ഹലോ നമസ്കാരം. നമുക്കിന്നൊരു സിമ്പിളായിട്ടൊരു കേക്ക് ഉണ്ടാക്കാം. ക്രിസ്തുമസിലൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ഒരു കേക്ക് ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അധികം മധുരമില്ലാണ്ടും ഒക്കെ ഞാനത് തയ്യാറാക്കുന്നത്. അപ്പോൾ ആർക്കും കഴിക്കാൻ പറ്റും. ഈ ഒരു കേക്ക് അത്രയ്ക്ക് ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. നമുക്കതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. നല്ല സോഫ്റ്റാണ് കണ്ടോ, അത്രയ്ക്ക് നല്ല ടേസ്റ്റും ഉണ്ടായി. അപ്പോൾ അടിപൊളിയൊരു കേക്കാണ്. നമുക്കിതിന് ബീറ്ററോ ഓവനൊന്നും വേണ്ട. നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് മൈദ നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. മൈദയിൽ കൂടെ 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണ് സോഡാപ്പൊടി ഇട്ട് കഴിഞ്ഞ് നമുക്ക് അരിച്ചു കൊടുക്കാം. ഞാൻ നുള്ളുപ്പ് ഇതിലിട്ടിട്ടുണ്ട്. ഉപ്പിട്ടത് വീഡിയോ കട്ട് ചെയ്ത് പോയി. ഒരു നുള്ളിട്ടാൽ മധുരം ബാലൻസ് ചെയ്യാൻ മാത്രം. അധികം കൂടുതലൊന്നും ഉപ്പ് ഊരിടരുത്. നന്നായിട്ട് ഇത് അരിച്ചെടുക്കാം. 2-3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഞാൻ ഒരു പ്രാവശ്യം അരിക്കണുള്ളൂ. ഇനി ഞാൻ പഞ്ചസാര പൊടിച്ച മിക്സിയുടെ ജാറിലേക്ക് 3 കോഴിമുട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ടായി. നമുക്ക് 3 കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. അപ്പം അടിപൊളി ടേസ്റ്റുള്ളൊരു കേക്കാണ്. 3 ടേബിൾ സ്പൂൺ പാല്, പശുവും പാല് തിളപ്പിച്ചാറിയതാണ്. 3 ടേബിൾ സ്പൂൺ ഓയിൽ. അതുപോലെ ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ്. 4 ടീസ്പൂണോളം ഉണ്ട് ഇത്. അതിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം. ഞാൻ വാനില എസൻസ് ചേർത്തൊന്നുമില്ല. ഇവിടെ ഇക്കാക്ക് ഇഷ്ടമില്ല വാനില എസൻസ് ചേർത്താൽ, അതുകൊണ്ടാണ് ചേർത്താണ്ടത് ഉണ്ടാക്കുന്നത്. എന്നാലും ടേസ്റ്റിനൊരു വ്യത്യാസമോ കുറവൊന്നും ഉണ്ടായില്ല. ഒപ്പം തന്നെ ഒരു ബൗൾ ഞാൻ കേൾക്കുമ്പോൾ ബൗളെടുത്ത് കഴിഞ്ഞ് ഞാനത് ഓയിലൊക്കെ തുടച്ച് ഒരു ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിച്ചെടുത്ത പഞ്ചസാരയും മുട്ടയും പാലും ഓയിലും കൂടി ഞാൻ ബൗളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരിച്ച് വെച്ച മൈദപ്പൊടിയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും നേരിയ ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ഒന്നിച്ചിട്ട് ഇളക്കരുത്. ഇതുപോലെ കുറേശ്ശെ ഇട്ട് ഇളക്കി ഒരു ഭാഗത്തേക്ക് തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കരുത്. അങ്ങനെ ഞാൻ എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് കറക്റ്റ് പാകത്തിനാണ് ഈ ഒരു പോഷൻ കിട്ടിയിരിക്കുന്നത്. എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാനൊപ്പം തന്നെ 3 ടേബിൾ സ്പൂണ് ഡ്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചെറിയ സ്പൂൺ മൈദപ്പൊടിയിൽ ഒന്ന് തിരുമ്മെടുത്തതിന് ശേഷമാണ്, കോട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ അതിൽ ഇട്ട് കൊടുത്തത്. നേരിട്ട് ഇട്ട് കൊടുത്താൽ ഇത് കേക്കിൻ്റെ മുകളിലും അടിയിലായിട്ട് താന്ന് കിടക്കും. അതുകൊണ്ട് ഇങ്ങനെ കോട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് തയ്യാറായിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഇത് ഞാൻ ആ കേക്ക് ടിന്നിലേക്ക് ഓയിൽ തുടച്ച് വെച്ച കേക്ക് ടിന്നിലേക്ക് ഞാൻ കൂട്ടി വെച്ച കേക്കിൻ്റെ കൂട്ടി അതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 600 ഗ്രാമോളുണ്ടായി കേക്ക്. നമുക്കിത് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ തട്ടി കൊടുക്കാം. ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ 2-3 പ്രാവശ്യം തട്ടി കൊടുക്കുക. ബബിൾക്ക് മാറാനതിൻ്റെ പിന്നെ ബാക്കി വന്ന കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 5 മിനിറ്റിന് മുന്നേ ബ്രേഹീറ്റ് ചെയ്ത ഒരു അലുമിനിയത്തിൻ്റെ പാത്രം ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ വട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് എതിർത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞിട്ട് ഒരു 45 മിനിറ്റ് ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2 മൂടി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലൊരു ചെറിയ കുഞ്ഞൊരലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായി നോക്കാം. നമുക്ക് അതിൻ്റെ ഇടയിലും തുറന്ന് നോക്കരുത്. 45 മിനിറ്റ് എത്തിയപ്പോൾ ഞാൻ തുറന്ന് നോക്കുന്നത്. നല്ല ചൂടുകാരെ എടുത്തിട്ടും കിട്ടുന്നില്ല. ഒരു കയ്യിൽ ക്യാമറയും അപ്പോൾ നന്നായിട്ട് കേക്കൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യുക. അപ്പോൾ ക്രിസ്തുമസ് ആകുമ്പോൾ നമുക്കിതുപോലെ കുട്ടികൾക്ക് ഒരെണ്ണം വീട്ടിലുണ്ടാക്കി കൊടുക്കുക. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. അല്ലെങ്കിൽ സ്റ്റിക്ക് മൂട്ടി പിടിച്ചാൽ നമുക്കിത് ഇതിൽ നിന്ന് എടുക്കാം. ചൂടൊക്കെ ഒരുവിധം ആറി വരുന്നുള്ളൂ. ഇനി നമുക്കിത് ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കാം. നമുക്കിത് ഒരു കത്തി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. കത്തി വെച്ചില്ല പെട്ടെന്ന് പോരും. എന്നല്ല കത്തി കൊണ്ടൊന്ന് ഇതാക്കിയെന്ന് പറഞ്ഞാൽ ബൗളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു പ്ലേറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കേക്ക് കരിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. 45 മിനിറ്റ് കൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടി. 45 മിനിറ്റ് മാത്രം വെക്കേണ്ടി വന്നുള്ളൂ. എന്ന് വെച്ചാൽ കൂട്ട് റെഡിയായി നല്ല കറക്റ്റിനുള്ള കാരണമാണ് അത് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടിയത്. ഇതിൻ്റെ എല്ലാം പാകമായില്ലേ. അങ്ങനെ നമ്മൾ അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാതെ. നല്ല സോഫ്റ്റും കഴിക്കാൻ നല്ല ടേസ്റ്റും
ഞാൻ മധുരം കുറവാണ് ഇട്ടിരിക്കുന്നത്, അതുപോലെ വാനില എസൻസ് ചേർത്തിട്ടില്ല. ആവശ്യമുള്ളവർക്ക് ഇതെല്ലാം ചേർത്താൽ കൂടുതൽ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം, ഒരു ചെറിയ സ്പൂൺ വാനില എസൻസ് ഇടാം. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല, 3 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുള്ളൂ, അത് മാത്രം ചേർത്തിട്ടുള്ളൂ ഇതിൽ. അങ്ങനെ നമ്മുടെ കേക്ക് ഞാൻ ഒരു പ്രാവശ്യം മുറിച്ച് കാണിച്ചു തരാം. അടിപൊളി നന്നായിട്ട് നല്ല സോഫ്റ്റ്. അപ്പോൾ ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ തവണത്തെ ക്രിസ്മസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും, വലിയവർക്ക് ഇഷ്ടമാവും. എന്ന് വെച്ചാൽ ഞാൻ മധുരം കുറവിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കട്ടൻ ചായയും ഒരു കേക്കും നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും, നമസ്കാരം.